ഹലോ ഗൈസ്, ടോക്കാണ്ടെങ്കിലും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫരീദ് ഇബ്രാഹിം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കണേന്നാണ് ആലോചിക്കണത്. ഞാൻ ശീശ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് എങ്ങനെ ശീശ എങ്ങനെ പ്രിപ്പയർ അതെന്ന് വെച്ചാൽ ശീശ വലിക്കാറാക്കണം എങ്ങനെയാണെന്നും ശീശനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യണത്. അങ്ങനെ കത്തിക്കേണ്ടതെന്നും അതിൻ്റെ ഫ്ലേവർ ഏതാണെന്നും ഞാൻ യൂസ് ചെയ്യണമെന്ന് ടൊബാക്കോ ഇല്ലാത്തതാണ്. അപ്പം മൂന്നാമത്താണ് ഞാൻ പറയണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ശീശ ഇതാണ്. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ കൂടുന്നതാണ്. പുള്ളി സൗദിയിൽ ആയിരുന്നു, അപ്പോൾ അവിടെ വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പുള്ളിയും കൂടെ ഒന്നിപ്പോൾ എടുത്തുകൊണ്ട് വന്നു. എന്ന് വെച്ചാൽ ചട്ടിയാണ്, അവിടെ ഫ്ലേവർ ഇട്ടിട്ട് കവർ ചെയ്യുകയാണ്. ഇത് ആശയൊക്കെ ചാടാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഇതിലാണ് ആശയൊക്കെ കുടഞ്ഞിരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ വലിക്കണ സ്ഥലം. പിന്നെ എൻ്റെ അടിയിലേക്കുള്ളത് വെള്ളം ഊറ്റണയാണ്. ഇത് വെള്ളം ഊറ്റിയാണ് ഇത് വലിക്കണത്. ഇതിന് അളവുണ്ട്. എന്നുവെച്ചാൽ വെള്ളം കയറി പോവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ആ പൈപ്പ് മുട്ടുന്നതനുസരിച്ചാണ് വെള്ളം ഇടേണ്ടത്. ഞാൻ അളവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മേളിലേക്ക് വരുവാണെങ്കിൽ നടുക്ക് ഒരു ഇത് കാണില്ലേ, അത് ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും. അതിൽ കൂടെ വെള്ളം ഊറ്റണത്. പിന്നെ നമ്മളിത് ഉപയോഗിക്കണം പറ്റും, നല്ലോണം കഴുകണം മൊത്തം. ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അത്ര എളുപ്പമല്ല കേട്ടോ, നല്ല ടൈറ്റാണ്, എയർ ടൈറ്റാണ്. ഞാൻ തുറന്ന് വെച്ചിട്ടാണ് തുറന്ന് കാണിക്കണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി എടുത്ത് വെട്ടുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ പുള്ളി എടുത്ത് ചോദിക്കാനാണ് ചെയ്തെടുത്തേക്കണത്. ഇത് കാണുമ്പോഴേ പുള്ളി അറിയുള്ളൂ. പിന്നെ ഇത് പിടിക്കേണ്ടത് മേളിലല്ല, താഴത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഇത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളത് നമുക്ക് റീഫിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കത്തിക്കണത് കാണിച്ചു തരാം. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യണവരാണെങ്കിൽ അവർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ആയിട്ട് അതിൻ്റെ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലേവർ കത്തിക്കാൻ വേണ്ടി ചാർക്കോളുണ്ട്, ഇതിന് ആയിട്ടുള്ള ചാർക്കോളുണ്ട്. അപ്പോൾ ചാർക്കോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കണം. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് സാധനം വാങ്ങിച്ചത്. ചാർക്കോളും അതുപോലെ തന്നെ ഫ്ലേവറും പെരുമ്പാവൂരിൽ നിന്നാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് വച്ചേക്കണ പാത്രം എന്ന് പറഞ്ഞാൽ ഈ ചാർക്കോൾ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്രമാണ്. നമ്മുടെ ചാർക്കോൾ കത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ലോണം കത്തണ്ട, എന്നാലൊരു ഒരു ഓറഞ്ച് കളർ ആവുമ്പോൾ, മൊത്തം ആ ഓറഞ്ച് കളർ ആവണ്ട, അത്യാവശ്യം ആയാൽ മതി, ബാക്കി വലിക്കുമ്പോൾ ആയിക്കോളും. അങ്ങനെ നമ്മുടെ ചാർക്കോൾ ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നു പറയുമ്പോൾ എന്നും വീഡിയോ എടുത്താൽ ഏതെങ്കിലും പാർട്ട് മിസ്സാവും. ഈ തവണ പാർട്ട് മിസ്സായിരിക്കുന്നത് ഫ്ലേവർ ചട്ടിയിലേക്ക് വെക്കണതാണ്. അതെങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ചാർക്കോള് റെഡി ആയിട്ടുണ്ട്. ഇനി പയ്യൊന്നും എടുത്ത് മാറ്റണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ശീശ വീട്ടിലുള്ള പിള്ളേരൊന്നും എടുത്തിങ്ങനെ ചെയ്ത് നോക്കരുത്. പിറ്റേ ദിവസം അടുത്ത ദിവസം മുതൽ വീട്ടിലെ പേരൻസിൻ്റെ തെറിയൊക്കെ എനിക്ക് പറ്റൂല. ഇത് അഡൽട്ട് ഉള്ളി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലേവർ വെക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയതല്ല, എടുത്ത് ഓണാക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റണ എല്ലാ വീഡിയോ എടുത്താലും അതിലേതെങ്കിലും ഒരു വീഡിയോ മിസ്സായിപ്പോവും. ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, ചട്ടി ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ഫ്ലേവർ ഇടുന്നത്. ഫ്ലേവർ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഈ ഹോൾസ് ഉണ്ടല്ലേ, അതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് ആ ഹോൾസിൻ്റെ മേലാണ് കരി വെക്കണത്. കരി എത്ര ഉള്ളൂ, സംഭവം പരിപാടി എത്ര ഉള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടെടുത്ത് വയ്ക്കാം. പകുതിയായി വീഡിയോ എല്ലാം സെറ്റ് ആക്കിയിട്ട്. രണ്ട് കനലാട്ടം വെച്ചിട്ടുള്ളൂ. നമുക്ക് പുക ഉണ്ടെന്ന് നോക്കാം. പുക ഉണ്ട്. ഇതൊക്കെ നമ്മൾ നല്ലോണം ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് വയറ് നിറച്ച് കഴിഞ്ഞിട്ട് ഇത് വലിക്കാൻ നല്ല രസമാണ്. പിന്നെ എല്ലാവരും കൂടുമ്പോൾ വൈകിട്ട് സമയത്തൊക്കെ ഇരുന്ന് നമുക്ക് വലിക്കാനൊക്കെ നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൽ ഫ്ലേവർ അല്ല, ഇതിൽ ടൊബാക്കോ കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല.
ആ പുറത്തോടെ പോണ ആൾക്കാർ വിചാരിക്കും വീടിന്റെ മേളിൽ കയറി നിന്നിട്ടാണ് പുള്ളി സെർട്ട് വയ്ക്കുന്നത്. ആർക്കും അറിയില്ലോ ഇത് ശീശയെന്ന്. ചുമച്ച് കാണിച്ചെന്നുണ്ടെങ്കിൽ വലിക്കാന്ന് വിചാരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും സീ യു ലേറ്റർ.